കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ റെയിൽ, കണ്ണൂരിൽ മിലിറ്ററി മേഖലയിൽ വികസന പദ്ധതികൾ, റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കും, കേരളം മുഴുവൻ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ പാതയും പ്രകടന പത്രികയിൽ. ജേസൺ മണിയങ്ങാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജേസൺ, BJP പ്രകടന പത്രികയിൽ മറ്റെന്തൊക്കെ വാഗ്ദാനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്? BJPയുടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രതീക്ഷകളുടെ അമിതഭാരം കാണുമല്ലോ. കാരണം കേരളത്തിൽ A ടീമാണ് BJP എന്ന അവകാശവാദമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. രാജ്യം ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ കേരളം പിടിക്കാൻ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കേരളത്തിനായി എന്നത് പ്രധാന ചോദ്യമല്ലേ? ലക്ഷ്മി പത്മ, പ്രകടന പത്രികയുടെ ഔദ്യോഗിക പ്രകാശനമൊക്കെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കും. നമ്മളിപ്പോൾ അതിന് അടുത്തുള്ള സ്ഥലങ്ങളിലാണ് നിൽക്കുന്നത്. പ്രകടന പത്രിക ഇത്തവണ ഞെട്ടിക്കുമെന്ന് BJP നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധിയുടെ മിനിമം 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇതൊന്നും ആയിരിക്കില്ല BJPയുടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പ്രകടന പത്രികയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഗ്യാരണ്ടി കാർഡാണ്. അതായത് 2500 രൂപ എന്നാണ് BJP നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അത്രയും രൂപ ഓരോ കുടുംബത്തിനും അവരുടെ ഒരു അക്കൗണ്ടിൽ ഒരു പ്രത്യേക കാർഡിൽ നിക്ഷേപിക്കും. അത് വെച്ച് അവർക്ക് മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ വാങ്ങാനുള്ള സൗകര്യമുണ്ടാവും. അത് പൊതുവിതരണ സ്ഥലത്ത് നിന്ന് വാങ്ങാനുള്ള സൗകര്യമാണ്. അങ്ങനെ ഓരോ മാസവും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമം എന്ന് പറയാനുള്ള ഒരു പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം. ഇത് മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ, യുവാക്കന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജനക്ഷേമ പദ്ധതികളാണ്. വികസന പദ്ധതികളിൽ ഊന്നിയതായിരുന്നു ഇത്തവണത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ. വിഷയങ്ങളും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വികസന പദ്ധതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. കേരളത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിവേഗ റെയിൽ എന്ന സ്വപ്നം ശ്രീധരൻ നേരത്തെ പങ്കുവച്ചതാണ്. ആ സ്വപ്നം ഇപ്പോൾ BJP അങ്ങ് എടുക്കുകയാണ്. BJP അതിവേഗ റെയിൽ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്ററ്റം വരെ പോകാവുന്ന അതിവേഗ റെയിലാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം. ഇനി തിരുവനന്തപുരവും കൊച്ചിയും IT ഹബ്ബാക്കും. IT വികസനം ഇവിടെ രണ്ടിടത്തും സാധ്യമാക്കും. അതിൽ ഫോക്കസ് ചെയ്യും. കോഴിക്കോട് ആരോഗ്യ വികസനത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഫോക്കസ് ചെയ്യും. പ്രതിരോധ മേഖലയിൽ ഫോക്കസ് ചെയ്തായിരിക്കും കണ്ണൂരിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളിലും ഓരോ തരത്തിലുള്ള ഡെവലപ്മെൻറ്റുമായാണ് പ്രകടന പത്രിക ഒരുങ്ങുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും. ലക്ഷ്മി പത്മ, എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ് പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യം. ഏതായാലും നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങളാണ് ഇതൊക്കെ. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായി വരുന്നത് അവശ്യ സാധനങ്ങളും മരുന്നും വാങ്ങാൻ കഴിയുന്ന സുരക്ഷാ കാർഡ്, കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ റെയിൽ, കണ്ണൂരിൽ മിലിറ്ററി മേഖലയിൽ വികസന പദ്ധതികൾ, റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുന്നത്, കേരളം മുഴുവൻ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽപാത എന്നിവയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രകടന പത്രികയിൽ നിന്ന് ചോർന്ന് കിട്ടുന്ന വിവരങ്ങൾ. അത് പ്രഖ്യാപിക്കുമ്പോൾ അറിയാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായി. എന്തൊക്കെ ഇത് നമ്മൾ ഈ കേട്ടതല്ലാതെ മറ്റെന്തൊക്കെ കാത്തിരിപ്പുണ്ട് BJPയുടെ മനസ്സിൽ, BJP കേരളത്തിനായി എന്തൊക്കെ കരുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം അല്പസമയത്തിനകം.